ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ കോൺവാളിലെ സെൻറ്റ് ഐവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ 2 days സ്റ്റേ ആണ്. ഇന്നലെ നമ്മൾ ഡേഡിൽ ഡോറിൽ നിന്ന് നേരെ അറൗണ്ട് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. അങ്ങനെ രാവിലെ നമ്മൾ ബ്രെഡ് മുട്ടയൊക്കെ കഴിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സ്ലോ മോർണിംഗ് ആണ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ എൻ്റെ ട്രിപ്പിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു നമ്മൾ ഈ സെൻറ്റ് ഐവ്സിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷാലറ്റ്. ഇവിടെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. ഫസ്റ്റിൽ ബങ്ക് ബെഡും മറ്റേതിൽ ഡബിൾ ബെഡും ആയിരുന്നു. അവർ അത്യാവശ്യം ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 റൂമും. രാവിലെ റെഡിയായി നമ്മൾ സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിൽ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ടിക്കറ്റ് മുന്നേ കൂട്ടി തന്നെ അവിടെ ബുക്ക് ചെയ്യണമായിരുന്നു. ഇല്ലെങ്കിൽ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്കത് മുന്നേ അറിയാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് ഇല്ലായിരുന്നു. സോ നമ്മൾ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ലാൻഡ്സെൻഡിലോട്ട് പോയി. ലാൻഡ്സെൻഡ് പെൻസാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 9 miles ഉണ്ടായിരുന്നു. ഭൂമിയുടെ അറ്റം കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഭൂമിയുടെ ഒരു അറ്റത്ത് നമ്മൾ പോണ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അറ്റ്ലാന്റിക് ഓഷ്യനാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. പിന്നെ ഇവിടെ കുറേ ക്ലിഫ്സ് ഉണ്ട്. ആ ക്ലിഫ്സിൻ്റെ ഓരോ സ്ഥലത്തുള്ള വ്യൂ എല്ലാം കാണാൻ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കാരണം കുറച്ച് വിശന്നായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ഗായ്സ്, എന്നെ ഇവിടുന്ന് കണ്ടില്ലെങ്കിൽ ഇവരാണ് ഇതിന് ഉത്തരവാദി. നോക്കുമ്പോൾ ശരിക്കും കാണാനില്ലാത്തരായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഓരോ ചളിയൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ക്ലിഫിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ബ്ലൂ വാട്ടറും ബ്ലൂ സ്കൈയും ഒക്കെ കാണാൻ ഒരു അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക് അന്ന്. പിന്നെ ഈ വെള്ളത്തിനിടയിലുള്ള വേറെ കളർ ചേഞ്ച് കണ്ടോ, ആ ഒരു ടർക്കോയിസ് വാട്ടർ, അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കി നിന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹൗസിലോട്ട് പോയി. വേറെ സെൽ ഐസ്ക്രീം ദയർ. അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ ഈ സ്ഥലത്തിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. സമ്മർ സമയത്തൊക്കെ കോൺവാൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ലാൻഡ്സെൻഡ് ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.